യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷ എന്ന ഒന്നുണ്ടോ ഖുർആനികമായിട്ടുണ്ടോ? അത് ഖുർആൻ പറയേണ്ടതല്ലേ? ഒരു വിശ്വാസകാര്യമാകുമ്പോൾ ഖുർആനിൽ ഉണ്ടാകണമെന്നല്ലോ. ഒന്ന് ആ ഒരു അടിസ്ഥാനം തന്നെ ശരിയല്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്ന് മറ്റൊരു കാര്യം, പക്ഷേ ഈ ഒരു അടിസ്ഥാനം ശരിയല്ല. അഹ്ലുസുന്നയുടെ നിലപാട് പ്രകാരം ഒരു കാര്യം ഖുർആനിൽ പറഞ്ഞെങ്കിലേ വിശ്വാസകാര്യമാകുള്ളൂ എന്നൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇയാൾ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കിയത്? ഇയാൾക്ക് അള്ളാഹു കൊടുത്തൊരു ദുർബല ബുദ്ധി കൊണ്ട് ഖുർആനെ മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ഒരു ശരി എന്താ? ഖുർആനെ തുടക്കം മുതൽ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി അഥവാ ഗൈബിയായി വിശ്വസിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, ആഖിറത്തിൽ അവർ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായത് മുതൽ അയാൾക്ക് തുടങ്ങുന്നതാണ് എന്ത്? ആഖിറം. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ അങ്ങ് പോയി കിടന്നാൽ പിന്നെ വരുന്നു മുങ്കറിലേക്ക് വരുന്നു, ചോദ്യം ചോദിക്കുന്നു, ആകെപ്പാടെ ഇടുക്കിയിട്ട് വാരികളൊക്കെ ഇങ്ങനെ പുറത്തു പോകുന്നു, എന്നിട്ട് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷ എന്ന ഒന്നുണ്ടോ ഖുർആനികമായിട്ടുണ്ടോ? ഞാൻ ഖുർആനികമായിട്ടാണ് ചോദിക്കുന്നത്. ഖുർആനിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് ഒരു വർത്തമാനമില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഖബർ ശിക്ഷ ഖുർആനികമായിട്ട് ഖുർആനിന്റെ തത്വങ്ങൾക്ക് എതിരാണ്, വിരുദ്ധമാണ് എന്ന് വരുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമുൽ ഖിയാമ. മരണം എല്ലാവർക്കും ഉണ്ട്, നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം അന്ത്യനാളിലാണ് പൂർത്തീകരിച്ച് നൽകുന്നത്. അന്ത്യനാളിലാണ് കർമ്മഫലം നൽകുന്നത് ഖുർആൻ പറയുന്നു. മുസ്തഫ മൗലവിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഖബർ ശിക്ഷ എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് ഒരു സംസാരത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഖബർ ശിക്ഷ ഖുർആനെ കൊണ്ട് തെളിയിക്കാൻ പറ്റൂല, അത് ചില പൗരോഹിത്യത്തിൽപ്പെട്ട ചില ആളുകളുടെ കൂട്ടിച്ചേർക്കലുകളൊക്കെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ആകത്തുകയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു വിശ്വാസം? ഇദ്ദേഹം കുറച്ചു കാലങ്ങളായി വളരെ യുക്തിവാദപരമായി മതത്തിനെ സമീപിക്കാൻ ശ്രമിക്കുകയും അഹ്ലുസുന്നയുടെ മാർഗമൊക്കെ ഒഴിഞ്ഞ് സ്വന്തമായ യുക്തി കൊണ്ട് ഖുർആനിന് വ്യാഖ്യാനം പറയുകയും ആദ്യകാലത്തൊക്കെ ചില ഹദീസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പൊതുവെ ഹദീസുകളോട് പുച്ഛ മനോഭാവം ഉണ്ടാക്കുവാനും സർവ്വമത സത്യവാദം വരെ സ്ഥാപിക്കാനും ഇപ്പം തയ്യാറായി രംഗത്ത് വന്ന ഒരു മനുഷ്യരാണ് CH മുസ്തഫ മൗലവി എന്നറിയപ്പെടുന്ന ഈ ഒരു മനുഷ്യൻ. നമ്മൾ പലപ്പോഴും പ്രൂഫ് പോയിന്റിൽ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പരാമർശിച്ച് പോയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഖുത്ബ എന്ന പേരിൽ അദ്ദേഹം നടത്തുന്ന ഒരു സംസാരമാണ്. ഖബർ ശിക്ഷ എന്ന ഒന്നില്ല, ഇത് ഖുർആന് വിരുദ്ധമാണ് എന്നു മാത്രമല്ല ഖബർ ശിക്ഷ ഇല്ലെന്ന് പറയുന്ന ധാരാളം ആയത്ത് ഖുർആനിലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ആ സംസാരം പൂർണ്ണമായും കേട്ടു. യഥാർത്ഥത്തിൽ വല്ലാത്തൊരു സഹതാപമാണ് അദ്ദേഹത്തോട് നമുക്ക് തോന്നിയത്. എത്ര വലിയ അഗാധ ഗർത്തത്തിലേക്കാണ് ഈ ഒരു മനുഷ്യൻ ചെന്ന് ചാടുന്നത് എന്ന് ഓർക്കുമ്പോൾ അല്ലാഹു തആല സന്മാർഗം നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സമയത്ത് അദ്ദേഹം അത് സ്ഥാപിച്ച ചില വശങ്ങൾ, ഒന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഖബർ ശിക്ഷയുണ്ടെങ്കിൽ അത് ഖുർആൻ പറയേണ്ടതല്ലേ? ഒരു വിശ്വാസകാര്യമാകുമ്പോൾ ഖുർആനിൽ ഉണ്ടാകണമെന്നല്ലോ. ഒന്ന് ആ ഒരു അടിസ്ഥാനം തന്നെ ശരിയല്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്ന് മറ്റൊരു കാര്യം, പക്ഷേ ഈ ഒരു അടിസ്ഥാനം ശരിയല്ല. അഹ്ലുസുന്നയുടെ നിലപാട് പ്രകാരം ഒരു കാര്യം ഖുർആനിൽ പറഞ്ഞെങ്കിലേ വിശ്വാസകാര്യമാകുള്ളൂ എന്നൊന്നുമില്ല. ഖുർആൻ പറഞ്ഞാലും ഹദീസിൽ വന്നാലും വിശ്വാസകാര്യമാവട്ടെ കർമ്മകാര്യമാവട്ടെ എന്താണെങ്കിലും ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ടു വന്നാൽ അതൊക്കെ സ്വീകരിക്കാം. വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നബിതങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കുക, നബിതങ്ങൾ വിരോധിച്ച് നിങ്ങൾ ഒഴിവാക്കുക. അവിടേക്ക് നബി വിശ്വാസകാര്യം കൊണ്ടുവന്നാൽ സ്വീകരിക്കേണ്ട എന്നർത്ഥമില്ലല്ലോ. മാത്രമല്ല ഖുർആനിനെ ശരിയായ രൂപത്തിൽ സമീപിച്ചിരുന്നുവെങ്കിൽ ഖബർ ശിക്ഷ അടക്കമുള്ള എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ഖുർആനിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും. ഇമാം ഷാഫി റഹിമുള്ള കിതാബ് റിസാലിൽ പറഞ്ഞ ഒരു ഭാഗം, ഒരു സ്ത്രീ വന്നുകൊണ്ട് ഇമാം ഷാഫിയോട് ചോദിക്കുന്നുണ്ട് ഒരു മസ്അല, നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അത് ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ് ഖുർആൻ ഓതുക, ഖുർആനിൽ കാണാൻ കഴിയും. അവർ പറഞ്ഞു ഞാൻ ഖുർആൻ പല പ്രാവശ്യം ഞാനത് പരിശോധിച്ചു, പക്ഷേ ഖുർആനിൽ കണ്ടിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു നീ ഓതേണ്ട രൂപത്തിൽ ഓതിരുന്നുവെങ്കിൽ നിനക്കത് കാണുമായിരുന്നു. കാരണം ഖുർആൻ അല്ലാഹ് പറയുന്നു വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ആ നബിതങ്ങളാണിത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഖുർആൻ പ്രകാരം അത് ശരിയാണ് എന്ന് ഇമാം ഷാഫി റഹിമത്തുള്ളാഹി പറഞ്ഞു കൊടുക്കുന്ന സംഭവമുണ്ട്. അതാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. ഇനി മാത്രമല്ല ഖബർ ശിക്ഷ എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ പുരോഹിതന്മാരെല്ലാം കൂടി പറഞ്ഞ് പേടിപ്പിച്ച് ഖബർ ശിക്ഷയെപ്പറ്റി പറഞ്ഞ് ആൾക്ക് സമാധാനത്തോടെ മരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നു. അങ്ങനെ ശിക്ഷയൊന്നുമില്ല, അങ്ങനെ രക്ഷയൊന്നുമില്ല, അതൊക്കെ പരലോകത്തല്ലേ, വിചാരണ കഴിഞ്ഞിട്ടല്ലേ ശിക്ഷയുണ്ടാവുക, ഇവിടുന്നെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വിചാരണയ്ക്ക് എന്താണ് പ്രസക്തിയുള്ളത്, അപ്പോൾ പാരത്രികമായ വിശ്വാസത്തെ ചെറുതാക്കാനാണ് ഖബർ ശിക്ഷയെ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് അദ്ദേഹം സ്ഥാപിക്കുന്നതിന് ആകത്തുക. നിസ്കാരത്തിൽ ഖബർ ശിക്ഷ രക്ഷ തരുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് പറയാണ് അങ്ങനെ ഒരു പ്രാർത്ഥനയേ ഇല്ല, ഹദീസുകളൊക്കെ ഉണ്ട്, പക്ഷേ ആ പ്രാർത്ഥന ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഹദീസുകൾ മുഴുവൻ തള്ളിക്കളയുന്നത്. യഥാർത്ഥത്തിൽ മുത്തവാത്തിറായി സ്ഥിരപ്പെട്ടു വന്ന
മഅന മുത്തവാത്തിറായി വന്ന ഹദീസാണ് ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു ഖബർ ശിക്ഷ തവാത്തുറായി സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ 10-ലേറെ ആയത്തുകൾ പല പണ്ഡിതന്മാരും ഖബറിലെ രക്ഷാശിക്ഷകൾക്ക് തെളിവായി ചൂണ്ടിക്കാണിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞ ആയത്തുകൾ, അദ്ദേഹം ഒന്ന് പറഞ്ഞെന്താണ്, യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷ ഇല്ലെന്ന് പറയാൻ അദ്ദേഹം ശ്രമിച്ച ഒന്ന് അന്നാറുൽ അലിഹ എന്ന് പറയുന്ന വചനമാണ്. ഫിർഔനെ കുറിച്ച് മുൻപ് അല്ലാഹു തആല പറഞ്ഞു, അവന് പ്രഭാതത്തിലും പ്രദോഷത്തിലും നരകം പ്രദർശിപ്പിക്കപ്പെടും. പണ്ഡിതന്മാർ മുഴുവനും അത് ഖബർ ശിക്ഷയ്ക്ക് ഏറ്റവും വ്യക്തമായ തെളിവായിട്ടാണ് പറഞ്ഞത്. കാരണം അത് പരലോകത്തിന് മുമ്പാണ്. ശേഷം പറഞ്ഞു വയൗമൽ ഖിയാമ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, അന്ത്യനാളിൽ ഇവരെ നിങ്ങൾ കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും എന്ന് പറയപ്പെടും. അപ്പോൾ അന്ത്യനാളിൽ നടക്കുന്ന ഒന്ന് പറഞ്ഞു, അതിന് മുമ്പ് അന്നാളുള്ള അലിഹ എന്നും പറഞ്ഞു. അതിന് അദ്ദേഹം കൊടുത്ത വിശദീകരണം രസമാണ്. അത് ദുന്യാവിൽ വെച്ചാണ് എന്നാണ്. ദുന്യാവിൽ വെച്ച് നരകത്തെക്കുറിച്ചുള്ള ധാരാളം ഉത്ബോധനങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഫിറൗന് കിട്ടിക്കൊണ്ടേയിരുന്നു. അതാണ് അന്നാളുള്ള അലിഹ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ജന്നത്തുൽ അലിഹ എന്ന് പറയാൻ, ആ ഉത്ബോധത്തിൽ നരകം മാത്രമല്ലല്ലോ, സ്വർഗം പറയുന്നുണ്ട്. നമ്മളെക്കുറിച്ച് നമുക്കൊക്കെ പറഞ്ഞുകൂടെ, ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൂടെ? അപ്പോൾ അതൊരിക്കലും സ്വന്തമായൊരു വ്യാഖ്യാനമാണ്, അങ്ങനെ ഒന്നില്ല. അതേപോലെ കുഞ്ഞു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന ആയത്ത് അദ്ദേഹം പോകുന്നത്, എല്ലാ മരണവും എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കും. വൈന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് പിന്നെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഖബറിലൊന്നുമില്ല. യഥാർത്ഥത്തിൽ അവിടെ തുവഫൂന ഉജൂറക്കും എന്നാണ്, നിങ്ങളെ പ്രതിഫലം പൂർണ്ണമായും നൽകപ്പെടുന്നത് പരലോകത്താണ്, ഖബറിന്നല്ല. അതാരും കണ്ടില്ലല്ലോ. ഖബറിന്ന് ഒരിക്കലും പൂർണ്ണമായി പ്രതിഫലം നൽകപ്പെടുന്നല്ലോ, അത് പരലോകത്ത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എങ്ങനെയാണ് അതിന് മുമ്പൊന്നും ഇല്ലയെന്ന് മനസ്സിലാവുക? മാത്രവുമല്ല യാഹിത്തു നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക മർദിയ എന്ന ആയത്തിൽ അദ്ദേഹം പറയുന്നു, സമാധാനം അടഞ്ഞ് ഒരു മരിക്കാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല. ഖുർആൻ ആവശ്യപ്പെട്ടതോ സമാധാനത്തോടെ മരിക്കാനാണ്. അപ്പോൾ അവിടെയും യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷ ഇല്ലെന്ന് പറയാൻ അതിൽ അത് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഖബറിൽ രക്ഷയുണ്ട് എന്ന തെളിവ് കൂടിയാണ്. ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ, ആരിള ഇവിടുന്നാണ് ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നത്തി, അത് ജന്നത്ത് പിന്നെയാണ്, അത് പരലോകത്ത് വരാണ്. ഇത് മടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇർജിഇ ഇലാ റബ്ബിക, നീ മടങ്ങുക, റാദിയത്തൻ മർദിയ, അവിടെയും തൃപ്തിയുണ്ട്. ഇനി ഖിയാമത്തിലെത്തുമ്പോഴോ നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുമുണ്ട്. അപ്പോൾ യഥാർത്ഥ ഖബറിൽ രക്ഷയുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ് ആ ഒരു മാത്രമല്ല ഖുർആൻ തന്നെ 2 തരത്തിലുള്ള പറഞ്ഞു മരണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല യഥാർത്ഥത്തിൽ ഖബറിൽ മാത്രമല്ല, സൂചിപ്പിച്ച പോലെ മരണസമയം മുതൽ തന്നെ രക്ഷാശിക്ഷകൾ ആരംഭിക്കുന്നുവെന്നാണ് ഖുർആൻ പറയുന്നത്. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞു വന്നാസിഅതി ഖുർഖ വന്നാശിതാതി നശ്ത, 2 തരം മരണങ്ങളെ പറഞ്ഞു. അതേപോലെ ഒരു മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മരണസമയത്ത് അക്രമികളായ ആളുകളെ മുഖത്തും പിൻഭാഗത്തും മലക്കുകൾ അടിക്കും എന്ന് ഖുർആൻ പറയുന്നു. അതെന്താണാവോ ഇദ്ദേഹത്തിന് ഒരു ന്യായം പറയാനുള്ളത്? മാത്രവുമല്ല എത്രയെത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നു. ഇപ്പോൾ നൂഹ് നബിയുടെ സമുദായം, അവരെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞ പ്രയോഗം മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലു നാറ ഫലം യജിദു ലഹും മിൻ ദൂനില്ലാഹി അൻസാറ എന്നാണ്. അവിടെ ആ തിന്മകൾ കാരണം ഉഗ്രിഖു, അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. ഫഉദ്ഖിലു നാറ, അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം, സുമ്മ ഉദ്ഖിലു നാറ എന്ന് പറഞ്ഞില്ല, ഫഉദ്ഖിലു നാറ എന്നാണ് പറഞ്ഞത്. ആ മുക്കി നശിപ്പിക്കപ്പെട്ടു ഉടനെ നടന്ന സംഭവമാണ് ഫൗദ്ഖിലു നാറ എന്ന ആ ഫ, അത് തഅഖീബിനെ സൂചിപ്പിക്കുന്ന, ഉടനെ സംഭവിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഫ ആണ്. അതുകൊണ്ട് തന്നെ അത് പരലോകത്തുള്ള ഒന്നല്ല, അതിന് മുമ്പേ തന്നെ അവർക്ക് അതിൻ്റെ ചില അനുഭവങ്ങൾ ആരംഭിച്ചു എന്ന് തെളിവായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല ആയത്തുകളും മുഅ്മിനാത്ത് സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്, 2 അദാബ് പറഞ്ഞോടെ. ഫലഹും അദാബു ജഹന്നം, അവർക്ക് അദാബു ജഹന്നമുണ്ട്, വലഹും അദാബുൽ ഹരീഖ്, അവർക്ക് അദാബുൽ ഹരീഖുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 2 അദാബ് പറഞ്ഞു. ആ 2 അദാബ് ഒന്നല്ലല്ലോ. അപ്പോൾ അദാബു ജഹന്നം എന്ന് പരലോകത്താണ്, അദാബുൽ ഹരീഖ് ബർസഖി ലോകത്താണ് എന്ന് വ്യാഖ്യാനിച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുനാഫിഖുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അല്ലാഹു തആല പറഞ്ഞു സനുഅദ്ദിബുഹും മർറത്തൈനി സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അളീം, സനുഅദ്ദിബുഹും, അവരെ ശിക്ഷിക്കും, മർറത്തൈൻ 2 പ്രാവശ്യം, സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അളീം, സൂറത്ത് തൗബ 101-ാമത്തെ വചനം. പിന്നീട് അവർ വലിയ ശിക്ഷയിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ വലിയ ശിക്ഷയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 തവണ, അത് ഏതാ 2 തവണ പണ്ഡിതന്മാർ വിശേഷിച്ചു, ഒന്ന് മറത്തും ഫിൽ ദുനിയ വ മറത്തും ഫിൽ ബർസഖ്,
ദുന്യാവിൽ തന്നെ അവർക്ക് ശിക്ഷയുണ്ട്, ബർസഖ് ശിക്ഷയുണ്ട്. സുമ്മ യുറദ്ദൂൻ, പിന്നെ അവർ മടക്കപ്പെടും ഇലാ അദാബിൻ അലീം, വലിയ ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടും എന്ന് പറയുന്നു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്ത്, അക്രമികളായിക്കൊണ്ട് മരിക്കുന്ന ആളുകൾ അവരെ മലക്കൾ അടിക്കുന്നു. അത് മലക്ക് വുജൂഹവും അദ്ബാറഹും, മുഖത്തും പിൻഭാഗത്തും അടിക്കുന്നു. എന്നിട്ട് പറയുന്ന വാക്ക് വദൂഖു അദാബൽ ഹരീഖ്. അടിക്കുമ്പോൾ പറയുന്ന വാക്കാണ് വദൂഖു, അനുഭവിക്കുവീൻ അദാബൽ ഹരീഖ്. ആ അനുഭവം ഏതല്ല? പരലോകത്തിലുള്ളതല്ല. റൂഹിനെ പിടിക്കുമ്പോൾ തന്നെ അനുഭവിച്ച് തുടങ്ങുന്ന ചില അനുഭവങ്ങളെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ധാരാളം ആയത്തുകളെ അല്ലാഹു എടുത്ത് പറയുന്നുണ്ട്. മരണസമയത്തുള്ള വിഷയം പറയുമ്പോൾ കാണാം, ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ എന്ന് തുടങ്ങുന്ന ദീർഘമായ ആയത്ത് വാഖയിൽ അല്ലാഹു മരണസമയം, തുണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്ന ആ സമയം, അവിടെ അല്ലാഹു തആല മൂന്നാക്കി സംബന്ധിച്ച ആളുകളെ വിഭജിച്ചു. ഒന്ന് അമ്മ ഇൻകാന മിനൽ മുഖറബീൻ, മുഖറബീങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ ഫറൗഹും റൈഹാനുൻ വജന്നത്തു നഈം, റൗഹും റൈഹാനുമുണ്ട്, ജന്നത്തുമുണ്ട്. അപ്പോൾ ജന്നത്ത് വേറെ പറഞ്ഞു, റൗഹും റൈഹാൻ വേറെ തന്നെ പറഞ്ഞു. അമ്മ ഇൻകാന മിന അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിന അസ്ഹാബിൽ യമീൻ വഅമ്മ ഇൻകാന മിനൽ മുകല്ലിബിൻ അല്ലാലീൻ ഫനുസുലുൻ മിൻ ഹമീം വതസ്ലിയത്തു ജഹീം. ജഹീം വേറെ, നുസുലുൻ മിൻ ഹമീം അത് ബർസഖിയാണ് എന്ന് പല വ്യാഖ്യാതാക്കളും വിശദീകരിച്ചത് കാണാൻ കഴിയും. ഇങ്ങനെ പല ആയത്തുകളും മുഫസ്സിറുകൾ വിശദീകരിച്ച പ്രകാരം നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് ബർസഖി ലോകത്തുള്ള രക്ഷാശിക്ഷകളൊക്കെ. മാത്രമല്ല അദ്ദേഹം വലിയ ചോദ്യമായി കൊണ്ടുവന്നത്, അപ്പോൾ ഖബറിൽ പിന്നെ അടക്കം ചെയ്യപ്പെടാത്ത ആളുകൾ ഉണ്ടാകുമല്ലോ, കത്തി നശിച്ചു പോയ ആളുകൾ ഉണ്ടാകുമല്ലോ, പല ശരീരങ്ങളും ഇവിടെ ഹോസ്പിറ്റൽ അങ്ങനെ അവർ കൊടുത്തുകൊണ്ട് അവിടെ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്ത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ബർസഖ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിൻ്റെ ഈ ഒരു 6 അടി മണ്ണ് മാത്രമാണെന്നാണ്. ബർസഖ് ഒരു ലോകമാണ്, അത് ഈ 6 അടി മണ്ണ് മാത്രമല്ല. ഉയർത്തപ്പെട്ട ആൾ വരെ അവർ ജീവിക്കുന്ന ലോകമാണ് ബർസഖ്. ആ ബർസഖിലാണ് രക്ഷാശിക്ഷകൾ അവർ അനുഭവിക്കുന്നത്. അത് മണ്ണിൽ കിടന്നാലും ശരി, മണലിൽ കിടന്നാലും ശരി, വായുവിലായാലും ശരി, അഗ്നിയിലായാലും ശരി, അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളാഹ്ക്കറിയാം അവരിൽ നിന്നും ഓരോ ആളുകളിൽ നിന്നും എന്താണ് ഭൂമിയിലേക്ക് പിന്നെ ലയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീൽ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഭൂമി അള്ളാഹിൻ്റെതാണ്, തീ അള്ളാഹുവിൻ്റെതാണ്, വായു അള്ളാഹുവിൻ്റെതാണ്, എല്ലാം അള്ളാഹിൻ്റെ പടപ്പുകളാണ്. അതിലേക്ക് മനുഷ്യനെന്ന പടപ്പ് വന്നു ചേർന്നാൽ അത് അല്ലാഹു തആലക്ക് അവിടെ രക്ഷ കൊടുക്കാനോ ശിക്ഷ കൊടുക്കാനോ കഴിയില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു ന്യായം, അവിശ്വാസികളായ ആളുകൾ ഖിയാമത്ത് നാളിൽ എഴുന്നേൽക്കുമ്പോൾ പറയുന്ന വാക്കാണ്. അവർ പറയുമെന്നാണ്, മംബഅസന മിൻ മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, സൂറത്ത് യാസീനിലെ വചനം. ഈ ഉറക്കിൽ നിന്ന് ആരാണ് നമ്മളെ എണീപ്പിച്ചത് എന്നവർ ചോദിക്കും. അപ്പോൾ ഇത് അവിശ്വാസികളാണല്ലോ, അപ്പോൾ അവർ നല്ല ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഈ ഉറക്കിൽ നിന്ന് പറയുന്നല്ലോ എന്നാണ്. ഒന്ന് അവിടെ ഉറക്കിൽ നിന്ന് എന്നല്ല അർത്ഥം, മിൻ മർഖദിന എന്നാണ്. മർഖദാണ് ശരിക്കും കിടക്കുന്ന സ്ഥലം എന്നാണ്, അല്ല ഉറക്കം എന്നല്ല. ഉറക്കമാണ് റുക്കൂദ് എന്നാണ് പറയുക. ഇത് മർക്കദാണ്, സാധാരണ ഉറങ്ങാൻ വിശ്രമിക്കാൻ ഒക്കെ കിടക്കുന്ന സ്ഥലത്തിനാണ് മർക്കദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആരാണ് ഞങ്ങൾ എണീപ്പിച്ചത് എന്നാണ്. ഇത് തഫ്സീറിലൂടെ പരതിയാൽ നമുക്ക് വളരെ കൃത്യമായി മുഫസ്സിറുകളൊക്കെ ഇത് കൃത്യമായി പഠിപ്പിക്കും. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുള്ളാഹ് ഈ ആയത്ത് പ്രത്യേകം പറഞ്ഞു, ഖബർ ശിക്ഷ ഇല്ലെന്ന് പറയാൻ ഈ ആയത്ത് തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ തഫ്സീർ ആരംഭിക്കുന്നതന്നെ. ഖബർ ശിക്ഷ നിഷേധിക്കാൻ ഈ ആയത്ത് തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുള്ളാഹ് അവിടെ തഫ്സീർ ആരംഭിച്ചു തന്നെ. പിന്നെ എന്താണ് മിൻ മർഖദ എന്ന് പറഞ്ഞത്? 2-3 വ്യാഖ്യാനങ്ങൾ കാണാം. ഒന്ന് പാരത്രികമായ ഭയാനകളും അതെല്ലാം കാണുമ്പോൾ ഇതുവരെ ഉള്ളതൊന്നും ഒന്നുമല്ല, അതിലും വലിയതിലേക്കാണ് ഇനി പോകുന്നത്. ആ അർത്ഥത്തിലാണ് മിൻ മർഖദിന എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തിനിടയിലുള്ള ഒരു കാലഘട്ടം. ഒന്നാമത്തെ ഊത്തിൽ അല്ലാഹു തആല പറഞ്ഞു എല്ലാവരും ബോധരഹിതരായി വീഴും, അതോടുകൂടി ബർസഖ് അവസാനിക്കുന്നു. ഈ രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോഴാണ് ഇവർ എണീക്കുന്നത്. ആ ഇടവേളയാണ് മർഖദ്. അതാണ് മംബഅസന മിൻ മർഖദിന. തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ ഖുർത്തുബി തുടങ്ങിയ തഫ്സീറിലൊക്കെ നമുക്ക് ആ വിശദീകരണം കാണാൻ കഴിയുന്നുണ്ട്. ഇനി മൂന്നാമത്, അതുമല്ലെങ്കിൽ ഈ പറയപ്പെട്ടത് അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ശിക്ഷയില്ല എന്നോ രക്ഷയില്ല എന്നോ ഉള്ള അർത്ഥത്തിലല്ല. കിടക്കുന്ന ഒരിടം, ആ സ്ഥലത്ത് നിന്ന് അവർ എണീറ്റപ്പോൾ പറയുന്നൊരു വാക്ക് മാത്രമാണ് എന്നൊരു വ്യാഖ്യാനം അതിന് നൽകപ്പെടുന്നുണ്ട്. ഇത് മുൻഗാമികൾ പറഞ്ഞ എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞ് തഫ്സീറുകൾ ആവശ്യമില്ല,
അഹ്ലുസുന്ന പണ്ഡിതന്മാരുടെ ഫഹമുകൾ ആവശ്യമില്ല, അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരായത്ത് തോന്നുന്നു, തനിക്ക് തോന്നുന്ന അർത്ഥം വെക്കുന്നു എന്നാണെങ്കിൽ അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക. മാത്രമല്ല ഹദീസുകളിൽ തവാത്തുറായി വന്ന വലിയ വലിയ സംഘമായി കൈമാറി വന്ന മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ സ്വീകരിച്ചു പോകുന്ന ഹദീസുകളാണ് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. സ്വഹാബിമാർ നബിതങ്ങളൊക്കെ ഖബറുമായി ബന്ധപ്പെട്ട് വലിയ ആ നിലക്കുള്ള ആശങ്കകൾ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നബിതങ്ങൾ പോലും ഖബർ ശിക്ഷയെ തൊട്ട് കാവലിനെ തേടി എന്ന് ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആയിഷ വളരെ പറയുന്നുണ്ട്, നബിതങ്ങൾ നിസ്കാരത്തിൽ ധാരാളമായി ഇത് കാവൽ തേടുന്നത് ഞാൻ കേട്ടു. ഒരു ജൂത സ്ത്രീ വന്നുകൊണ്ട് ഖബർ ശിക്ഷയെപ്പറ്റി ചോദിച്ചു, അതിനുശേഷം നബിതങ്ങൾ പിന്നെയും അത് വർദ്ധിപ്പിച്ചതായി ഞാൻ ശ്രദ്ധിച്ചു എന്നൊക്കെ ആയിഷ ബീവി പറയുന്നുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുകയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും ആ കരച്ചിലെ പാട് ഉണ്ടാവുകയും ചെയ്തൊക്കെ ചരിത്രങ്ങളിൽ ഹദീസുകളിൽ കാണാം. ചോദിച്ചത് എന്താണ് നിങ്ങൾ ഖബർ കാണുമ്പോൾ ഇത്രയധികം ബേജാറാകുന്നത്? അദ്ദേഹം പറഞ്ഞ വാക്ക് അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പഴത്രി ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനമാണ് ഖബർ. അതിന് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്, അതിൽ പ്രയാസമാണെങ്കിൽ ബാക്കിയെല്ലാം അതിലേറെ പ്രയാസമാണ് എന്നാണ്. അലി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ ചെല്ലുകയും ഖബറുകൾ നോക്കി കരയുകയും തൻ്റെ അവസ്ഥ എന്താകുമെന്ന് അദ്ദേഹം ആലോചിക്കുകയും ധാരാളമായി മരണത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തത് ഇമാം ഖുർത്തുബിയുടെ അത്തദ്കിറ ബി അഹ്വാലിൽ മൗത്ത വൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വഹാബത്തിൻ്റെ മാതൃക അതാണ്, താബീങ്ങളുടെ മാതൃക അതാണ്, മുസ്ലിം ഉമ്മത്തിൻ്റെ മൊത്തം മാതൃക അതാണ്. ഇതിനെ മൊത്തം തകർത്ത് തരിപ്പണമാക്കി ഖബറൊന്നും പേടിക്കേണ്ടതില്ല, ബർസഖൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൻ്റെ വിശ്വാസകാര്യങ്ങൾ തകർക്കാനാണ് ഈ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇത് സമാനമായ ആളുകൾ മാത്രമേ, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മാത്രമേ ചരിത്രത്തിൽ ഖബർ ശിക്ഷയെ നിശ്ചയിച്ചു പോന്നിട്ടുള്ളൂ, അല്ലാതെ അഹ്ലുസുന്നത് നിശ്ചയിച്ചു പോന്നിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് തെളിവുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ഇത്തരം ഒരു പുത്തൻ ആശയങ്ങൾ ആളുകൾക്ക് ഇങ്ങനെ ഒരു ശരിയെന്ന് തോന്നുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ഇങ്ങനെ വസ്വാസിട്ട് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആളുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സമീപനം കണ്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇത് ഒരു CH മുസ്തഫ മൗലവി എന്ന ഈ വ്യക്തി മാത്രം കൊണ്ടുവരുന്ന ഒരു സാധനമാണ്, അതല്ല ഇതിന് ഒരു ബാക്കപ്പ് ഉണ്ടോ? മുൻഗാമികൾ, അദ്ദേഹത്തിന് എന്തെങ്കിലും മുൻഗാമികളുടെ ഒരു ചരിത്രം പറയാനോ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതിപ്പോൾ ഇയാളെ സംസാരം കേട്ടാൽ തന്നെ അറിയാം, ഇതിൽ 2-3 പൂർവ്വകാല പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ട്. പിന്നെ അബ്ദുൽ ജബ്ബാർ, ഖാദി അബ്ദുൽ ജബ്ബാറിനെ പോലുള്ള ആളുകളൊക്കെ. അപ്പോൾ അത് കേട്ടാൽ തോന്നുന്നു ഇവരൊക്കെ അഹ്ലുസുന്നയുടെ വലിയ ഇമാമുകളായിരുന്നു എന്നാണ്. ശരിക്ക് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെ എതിർത്തവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഖവാരിജികളെ കാണാം. ഖവാരിജികൾക്ക് ഇസ്ലാമായിട്ട് എന്താ ബന്ധം? അതേപോലെ മുഅ്തസിലിയാക്കൾ, അതേപോലെ ഇബാദിയാക്കൾ, ഖവാരിജികളെ പിൻപറ്റി വന്ന ഇബാദിയാക്കൾ, ഈ വിഭാഗങ്ങളൊക്കെ നിഷേധിച്ചു പോന്നിട്ടുള്ള കാര്യമാണ് എന്ത്? ഖബർ ശിക്ഷ എന്നത്. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇയാളിപ്പോൾ മുസ്ലിങ്ങളുടെ വലിയൊരു പ്രതിനിധിയായിട്ട് അകമ്പറിലൊക്കെ ഇറക്കി നടക്കുകയാണ്. ഞാൻ ഖുർആൻ്റെ വലിയ ആളാണ്, ഖുർആൻ പഠിച്ചു എന്നൊക്കെ പറയുന്ന ആളെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ ഖുർആനെ എങ്ങനെ മനസ്സിലാക്കിയത്? ഇയാൾക്ക് അള്ളാഹു കൊടുത്തൊരു ദുർബല ബുദ്ധി കൊണ്ട് ഖുർആനെ മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ഒരു ശരി എന്താ? അതൊരിക്കലുമില്ലല്ലോ. അപ്പോൾ വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്നാണ് ഖുർആൻ ആദ്യം പഠിപ്പിച്ചത്. ഖുർആൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി, അഥവാ ഗൈബിയായി വിശ്വസിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, ആഖിറത്തിൽ അവർ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, ആഖിറെന്ന് പറഞ്ഞാൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടൽ മാത്രമല്ലല്ലോ, മരണം ആസന്നമായത് മുതൽ അയാൾക്ക് തുടങ്ങുന്നതാണ് എന്ത്? ആഖിറം. അപ്പോൾ ഇത് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അയാൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ആയത്തുകൾ ഓതിയിട്ട് ഇങ്ങനെ സമർത്ഥിക്കാൻ നോക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ മറ്റൊരു തലത്തിൽ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നവരാണ് പിന്നെ മർക്കസ് ദഅവ വിഭാഗം ആളുകൾ. അവർ പറയും അത് പിന്നെ ആത്മീയമായൊരു ശിക്ഷയാണ് എന്ന് പറയും. അതിൻ്റെ മുമ്പ് ഇപ്പോൾ ഈ CH മുസ്തഫക്ക് പിന്നെ വഴിയായിട്ടുള്ള ആളാണ് ചേകന്നൂർ. ചേകന്നൂർ മുതൽ ലോക്കപ്പ് മർദ്ദനം എന്നാണ് പറഞ്ഞത്, ലോക്കപ്പ് മർദ്ദനം. അപ്പോൾ ഈ രണ്ട്, ഇപ്പോൾ മർക്കസ് ദഅവ ഇത് കാര്യമായിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെ ന്യായീകരിച്ച് ഇങ്ങനെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല, അപ്പോൾ ഈ നിലക്ക് പറഞ്ഞിട്ടില്ല, ഇത് അഹ്ലുസുന്ന നിലപാടല്ലല്ലോ, ഖുർആൻ നിലപാടല്ലല്ലോ എന്ന് പറയുമ്പോഴും തിരുത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനോ തയ്യാറാകണില്ല. ഇപ്പോഴും ആ ഒരവസ്ഥയിൽ തന്നെ ഈ CH മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പണിയാണ് ശരിക്കും എന്ത് ചെയ്യണത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഗൗരവത്തിൽ അവർ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ലക്ഷ്യം പരലോക വിജയം, പിന്നെ വിജയമോ അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കലോ അല്ല.
പരലോക ജീവിതത്തന്നെ നിഷേധിക്കുന്ന അവസ്ഥയ്ക്കാണ് ആര് പോണത്? അതിലേക്ക് എത്തിയ ആളാണ്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിനെ തന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇസ്ലാം ഹറാമാക്കിയത് മുഴുവൻ ഹലാലാക്കാൻ വേണ്ടി ഇയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, പരലോക വിശ്വാസം സ്ഥാപിച്ചു കണ്ട് ജനങ്ങളേക്ക് കൊണ്ടുവരണം എന്നുള്ളതല്ല, പരമാവധി അതിൽ നിന്ന് അകറ്റുക എന്നുള്ളത്. ഇപ്പോൾ മൂപ്പർ ചെയ്യണ പണി എന്താ വെച്ചാൽ ഇസ്ലാം പിന്നെ കലയെപ്പറ്റി പറഞ്ഞു, ഇസ്ലാം കായികത്തെ പറ്റി പറഞ്ഞു, ഇസ്ലാം സ്പോർട്സിനെ പറ്റി പറഞ്ഞു. ഇസ്ലാം അതെ അങ്ങനത്തേക്ക് ഇസ്ലാമിനെ എങ്ങനെ എന്ത് ചെയ്യാണ് ഇയാൾ കൊണ്ടിരിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ മറ്റൊന്ന്, ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോഴും മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ ഒരു വലിയ കപടത ഇവിടെ എല്ലാവരും തിരിച്ചറിയണം. അത് നമ്മൾ പ്രത്യേകിച്ച് അതിലെ സാധാരണക്കാരെ ഉദ്ദേശിച്ചാണ് പറയണത്. അഥവാ വിശുദ്ധ ഖുർആൻ ഇപ്പോൾ നമ്മൾ ഇത്തരം ആയത്തുകൾ കേട്ടു, ഇത്ര ഗണ്യതമായി പറഞ്ഞൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിരവധി ആ വിഷയത്തിലുണ്ട്. എന്നിട്ടും ഇവർ പറയുന്നു അത് ആത്മാവിന് അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. ഇവർ ഈ വിഷയ സംബന്ധമായി ഇപ്പോൾ ഒന്നുകിൽ ഈ CH മുസ്തഫ ഒക്കെ അവലംബിക്കുന്ന ഈ ഖവാരിജുകളെയും മുഅ്തസിലിയാക്കളെയും ഇബാദിയാക്കളെയും ഗ്രന്ഥങ്ങളൊക്കെ അവലംബിക്കുന്നുണ്ടാകുക. പ്രത്യേകിച്ച് പല ആശയങ്ങളും മുഅ്തസിലിയാക്കളെ പിൻപറ്റിയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വയുളയ്യഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഉഹു എന്നല്ലേ പറഞ്ഞത്. പേശികൾ ഞെരുങ്ങിപ്പോകുന്ന രൂപത്തിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നല്ലേ. അപ്പോൾ ഈ പേശികൾ ഇത് ആത്മാവിൻ്റെ ചികിത്സയാണെങ്കിൽ എങ്ങനെ ഇത് പേശികൾക്ക് ഉണ്ടാകുക? അത് വരുന്ന ആലോചിക്കണമല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഹദീസിൽ വന്ന കാര്യമാണ്. ഇനി അതുമല്ല, ഇബ്നു ഉസൈമി റഹിമഹുല്ലാഹ് അവിടെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഫഹാദ യദുല്ലു അല അന്നൽ അദാബ് യക്കൂനു അനൽ ജിസ്മി ലി അന്നൽ അദ്ലാ ഫിൽ ജിസ്മ്. ഈ പേശികളൊക്കെ ജിസ്മിലാണ്. അപ്പോൾ അത് ആത്മാവിന് അനുഭവപ്പെടുന്നു, ആത്മാവിന് അനുഭവപ്പെടുന്ന കാര്യം ശരീരത്തിന് അനുഭവപ്പെടുന്നു. അതെന്ത് ചെയ്യുന്നു? ശരീരം കൂടി അനുഭവിക്കുന്ന ശിക്ഷയായിട്ട് മാറുന്നു. ഈ നിലക്ക് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഇത് അത്രയും വ്യക്തമാക്കിയ കാര്യം. മറ്റൊന്ന്, ഈ നിലപാടിലൂടെ അവരിങ്ങനെ പോകുകയാണെങ്കിൽ, അഥവാ ഇത് തിരുത്താതെ അബദ്ധം വന്നു എന്ന് മനസ്സിലാക്കാതെ പോകുകയാണെങ്കിൽ, ഇപ്പോൾ പല വിഷയങ്ങളിലും ഇപ്പോൾ നമ്മൾ അവരുടെ ട്രഷററായിട്ടുള്ള CM മൗലവി ആലുവ, അദ്ദേഹമാണ് CH മുസ്തഫൻ്റെ പിന്നെ എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ എഴുതിയ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത്. ഈ വിഷയത്തിലും ഇദ്ദേഹം ഈ CH മുസ്തഫ പറയുന്നിടത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവർ താമസിയാതെ എത്തേണ്ടി വരും ഈ പോക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ ഗണ്യതമായി പഠിപ്പിച്ച നിരവധി തെളിവുകളുള്ള ഈ കാര്യം ഇതിനെ ഒരു തമാശയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ പിന്നെ അതിനോടുള്ള ഗൗരവം പിന്നെ കുറപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ ശത്രുക്കൾ നടത്തുമ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പണി എന്ത് ചെയ്യാൻ പാടില്ല, മുജാഹിദുകൾ എന്ന് പറയുന്നവർ ചെയ്യാൻ പാടില്ല എന്നുകൂടി. അധികം വൈകാതെ ഇദ്ദേഹത്തിന് നിസ്കാരം ആവശ്യമില്ല, ജുമാ ആവശ്യമില്ല, അതേപോലെ നോമ്പ് ഇങ്ങനെയൊന്നും ആവശ്യമില്ല ഒക്കെ പറയേണ്ടി വരും. അവസാനം ഇസ്ലാം തന്നെ വേണ്ട ശരിയല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അധികമൊന്നും വൈകാതെ തന്നെ ഇദ്ദേഹം എത്തുമെന്നത് തീർച്ചയാണ്. എന്നാലും അള്ളാഹു ഇത്തരം ഷർറുകളിൽ നിന്ന് നമ്മൾ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.